ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് അവർ ചാനൽ. നമ്മൾ ഇന്നൊരു വെറൈറ്റി ആയിട്ടുള്ള ഫ്രോക്കാണ് കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്യുന്നത്. ഇത് ലേഡീസിനുള്ളതാണ്. അപ്പോൾ ഇതിൻ്റെ കോളർ എന്ന് പറയുന്നത് വളരെ സ്റ്റൈലിഷാണ്, വളരെ വെറൈറ്റി ആയിട്ടുള്ളതാണ്, വളരെ സിമ്പിളുമാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് ഇതുപോലെ നല്ല സ്റ്റൈലിഷായിട്ട് കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നതെന്നുള്ള ഒരു സിമ്പിൾ രീതിയിലാണ് നമ്മൾ ഇതെല്ലാം പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഏതൊരാൾക്കും അവനവൻ്റെ അളവിലേക്ക് കൺവേർട്ട് ചെയ്യുന്ന മെത്തേഡും നമ്മളിവിടെ പറയുന്നുണ്ട്. നമ്മൾ ഈ ലേഡീസ് ഫ്രോക്ക് കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത് ഒരു കൈലിയിലാണ്. അപ്പം നമ്മൾ ഈ മീഷോയിൽ നിന്ന് വാങ്ങിച്ചിരിക്കുന്നതാണ്. ഈ കൈലി വളരെ വിലക്കുറവിൽ നമുക്കിത് ലഭിക്കുക. നമുക്കിതുപോലെ ലേഡീസിനുള്ള ഫ്രോക്കൊക്കെ വളരെ സിമ്പിളായിട്ട് കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുക്കാവേ. നമ്മളിപ്പോൾ ഈ ഒരു കൈലിയിലെ ലാസ്റ്റ് വണ്ണാണ് ഇപ്പം കട്ട് ചെയ്തെടുക്കുന്നത്. ഇതിന് മുന്നിലുള്ള 3 കൈലി കൊണ്ട് നമ്മൾ ഇതിന് മുന്നേ ഇട്ടിട്ടുണ്ട്. അതിൻ്റെ എല്ലാം ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാവേ. അപ്പം നമ്മളിപ്പം ഈ ഒരു കൈലി കൊണ്ടാണ് കട്ട് ചെയ്തെടുക്കുന്നത്. ഒരു കൈലി എന്ന് പറഞ്ഞാൽ 2 മീറ്ററുണ്ട്, നല്ല വീതിയുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ഒരു അഡൽട്ടിനൊക്കെ നല്ല സിമ്പിളായിട്ട് കട്ട് ചെയ്തെടുക്കാവേ. നമ്മളിപ്പോൾ ഫ്രണ്ട് പോർഷനാണ് കട്ട് ചെയ്യുന്നത്. അപ്പം ഫ്രണ്ട് പോർഷൻ മാത്രമേ നമ്മൾ കട്ട് ചെയ്യുന്നുള്ളൂ. അതുകൊണ്ട് നമ്മുടെ ക്ലോത്തിനെ ഇതുപോലെ 2ആയിട്ട് ഫോൾഡ് ചെയ്ത് ക്ലോസ് ആയ സൈഡ് നമ്മുടെ സൈഡിൽ വരുന്ന രീതിയിലാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. ഇനി ലെങ്ത് നമ്മൾ 15 ഇഞ്ചാണ് യോക്കിനായിട്ടുള്ളത്, നമ്മുടെ ടോപ്പ് പോർഷനായിട്ടുള്ളത് എടുക്കുന്നത്. അത് ഓരോരുത്തരും അവനവൻ എത്രയാണോ വേണ്ടത് അതാണ് മാർക്ക് ചെയ്ത് കൊടുക്കേണ്ടത്. നമ്മളിപ്പം 15 ഇഞ്ച് ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്തിരിക്കുന്നത്. ഇങ്ങനെ ലെവൽ നമ്മളിങ്ങനെ വരച്ചു കൊടുത്തു. അതിനുശേഷം നമ്മൾ ഈ ഒരു 2ആയിട്ട് എങ്ങനെയാണ് മടക്കിയിരിക്കുന്നതെന്ന് പറയാവേ. നമ്മളുടെ ടോട്ടൽ ചെസ്റ്റിനെ നമ്മൾ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അതിൻ്റെ കൂട്ടത്തിൽ ഒരു 3.5 ഇഞ്ച് കൂടെ കൂടുതൽ കൊടുക്കുകയാണ് നമ്മൾ ചെയ്യേണ്ടത്. ആ ഒരു മെത്തേഡിലായിരിക്കണം നമ്മൾ ഇതുപോലെ മടക്കി കൊടുക്കേണ്ടത്. അപ്പോൾ നമുക്ക് ഒട്ടും ക്ലോത്ത് വേസ്റ്റ് ആവത്തുമില്ല, നല്ല നീറ്റായിട്ട് നമുക്ക് ആവശ്യത്തിന് വിട്ട് കിട്ടുകയും ചെയ്യും. ആ രീതിയിൽ നമ്മളിങ്ങനെ മടക്കി കൊടുത്തിട്ടുണ്ട്. ഓരോരുത്തരും അവനവൻ്റെ അളവാണ് മടക്കി കൊടുക്കേണ്ടത്. നമ്മൾ ഈ മുകൾ ഭാഗം ഒന്ന് ഇതുപോലെ ലെവൽ ചെയ്തുകൂടെ കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി നമ്മൾ നമ്മളുടെ ഈ ഒരു നെക്കിൻ്റെ ഭാഗം ശ്രദ്ധിക്കണേ. നമുക്ക് 5 ഇഞ്ചാണ് മാർക്ക് ചെയ്തിരിക്കുന്നത് നെക്കിൻ്റെ വിഡ്ത്ത്. അത് നമുക്ക് 2.5 ഇഞ്ചാണ് നോർമൽ വേണ്ടത്. അതുകൊണ്ട് തന്നെ അതിൻ്റെ ഇരട്ടിയാണ് നമ്മൾ 5 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. ഓരോരുത്തരും അവനവൻ്റെ നെക്ക് എത്രയാണോ അതിൻ്റെ നേരെ ഇരട്ടി അങ്ങ് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. ഇങ്ങനെ നമ്മൾ മാർക്ക് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് എത്രയാണോ നെക്കിന് ലെങ്ത് വേണ്ടത് 6 ഇഞ്ച് വരെ കൊടുക്കാവേ. നമ്മളിപ്പോൾ ഒരു 5.25 ഇഞ്ചേ കൊടുക്കുന്നുള്ളൂ. ഓരോരുത്തർക്കും വേണ്ടത് എത്രയാണോ അതായിരിക്കണം നെക്കിന് ലെങ്ത് കൊടുക്കേണ്ടത്. എന്നിട്ട് ഇവിടെയും നമ്മൾ ആ മുകളിൽ കൊടുത്തിരിക്കുന്ന 5 ഇഞ്ച് തന്നെ ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. ഇതിനെ നമ്മൾ എന്നിട്ട് ഇനി ഒരു ബോക്സ് ആക്കുകയാണ് ചെയ്യേണ്ടത്. ഇങ്ങനെ നമ്മൾ എന്നിട്ട് അത് വരച്ച് നല്ല നീറ്റായിട്ട് കൊടുക്കുകയാണ്. ഓരോരുത്തരും അവനവൻ എത്രയാണോ നെക്കിന് വിടുത്ത് വേണ്ടത് അതിൻ്റെ ഇരട്ടിയാണ് മാർക്ക് ചെയ്യേണ്ടത്. ഇനി ഷോൾഡർ നമുക്ക് എത്രയാണോ ഷോൾഡർ അതിൻ്റെ നേരെ പകുതി അങ്ങ് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. നമ്മുടെ ഷോൾഡർ 14ആണ്, അതിൻ്റെ പകുതി 7 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നു. ആ 7 ഇഞ്ച് തന്നെയാണ് നമ്മൾ ആം ഹോളിന് കൊടുക്കുന്നത്. എത്രയാണോ നമ്മുടെ ഷോൾഡറിന് കൊടുത്തിരിക്കുന്നത് അത് തന്നെ നമ്മൾ ആം ഹോളിനും അങ്ങ് കൊടുത്തേച്ചാൽ മതി. ഓരോരുത്തരും അവനവൻ്റെ അളവാണ് മാർക്ക് ചെയ്ത് കൊടുക്കേണ്ടത്. ഇനി നമ്മൾ നമ്മളുടെ ടോട്ടൽ ചെസ്റ്റിനെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. എന്നിട്ട് അതിവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ 1 ഇഞ്ച് ലൂസ് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം 2 ഇഞ്ചോളം നമ്മൾ തയ്യൽ തുമ്പും കൊടുക്കുന്നുണ്ട്. നമുക്ക് തയ്യൽ തുമ്പ് 1.5 ഇഞ്ച് കൊടുത്താലും മതിയേ. നമ്മളിപ്പോൾ 1 ഇഞ്ച് ലൂസ് കൊടുക്കണമെന്നുള്ളത് നിർബന്ധമാണ്, അതവിടെ കൊടുത്തോണേ. ഇനി നമ്മളുടെ ടോട്ടൽ വേസ്റ്റിനെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അതാണ് നമ്മളിവിടെ മാർക്ക് ചെയ്ത് കൊടുക്കേണ്ടത്. എന്നിട്ട് ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇവിടെയും നമ്മൾ 1 ഇഞ്ച് ലൂസ് കൊടുക്കണേ. അത് നമ്മൾ മസ്റ്റായിട്ടും കൊടുക്കേണ്ടതാണ്. അതിനുശേഷം 2 ഇഞ്ച് നമ്മൾ സീം അലവൻസും കൊടുക്കുന്നത്. എന്നിട്ട് ഈ ഒരു ഭാഗം ഇതുപോലെ നമ്മളിങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുത്തതിന് ശേഷം 1/2 ഇഞ്ച് നമ്മൾ ഇവിടെ ഇങ്ങനെ ഷോൾഡറിന് ഡൗൺ കൊടുക്കുന്നു. അതിനുശേഷം ആ ഒരു 1/2 ഇഞ്ച് പോയിൻറ്റിൽ നിന്ന് നമ്മൾ കറക്റ്റ് എത്രയാണോ ആം ഹോളിൻ്റെ നമ്മളുടെ കറക്റ്റ് സെൻറ്ററും കണ്ടുപിടിക്കേണ്ടത് അത് മാർക്ക് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മൾ ഇതുപോലെ അങ്ങ് ഷേപ്പ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പം വളരെ സിമ്പിളായിട്ട് നമുക്ക് ഈ ആം ഹോള് നല്ല നീറ്റായിട്ട് കിട്ടുക. ഇപ്പം നമ്മൾ കുഴിച്ചൊന്നും കട്ട് ചെയ്യുന്നില്ല ഫ്രണ്ട് പോർഷൻ, അതൊക്കെ നമ്മൾ പിന്നീട് ചെയ്യുന്നുണ്ട്. എന്നിട്ട് ഈ ഒരു ഭാഗം ഇതുപോലെ നമ്മളിങ്ങനെ വരച്ച് കൊടുക്കുന്നു. നല്ല നീറ്റായിട്ട് ഇപ്പം നമ്മളിങ്ങനെ വരച്ചിട്ടുണ്ട്. ഈ ഒരു ഭാഗം 5 ഇഞ്ച് താഴേക്ക് ആ 5 ഇഞ്ച് വിട്ടിൽ നമ്മൾ ഇതുപോലെയും മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇവിടെ നമുക്കൊരു കാര്യം ശ്രദ്ധിക്കാവേ. നമുക്ക് 2 രീതിയിൽ ഈ ഒരു നെക്ക് ഡിസൈൻ ചെയ്തെടുക്കാവേ. നമുക്ക് ഈ ഒരു ഭാഗത്ത് ഒരു മാർക്ക് ഇപ്പം നമ്മൾ വരച്ചിട്ടുണ്ട്. അപ്പം അത് എന്തിനാണെന്നുള്ളത് പിന്നീട് പറഞ്ഞു തരാവേ. അപ്പം നമുക്ക് ഇനിയിപ്പം ഈ ഒരു രീതിയിൽ നമ്മളങ്ങ് കട്ട് ചെയ്ത് എങ്ങനെയാണോ മാർക്ക് ചെയ്തത് അതുപോലെ അങ്ങ് കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ നല്ല നീറ്റായിട്ട് നമ്മൾ കട്ട് ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ ഈ 5 ഇഞ്ച് വിഡ്ത്തിൽ ഇതുപോലെ മാർക്ക് ചെയ്ത് വെച്ചിട്ടില്ലേ, ആ പോയിൻറ്റിലൂടെ നമ്മൾ ഇതുപോലെ അങ്ങ് കട്ട് ചെയ്ത് മാറ്റുകയാണ് ചെയ്യുന്നത്. ഇതുപോലെ നല്ല നീറ്റായിട്ട് നമ്മളിങ്ങനെ കട്ട് ചെയ്ത് മാറ്റി
ഇനി നമ്മൾ ഈ ഒരു പോയിൻ്റ് കറക്റ്റായിട്ട് ഇതുപോലെ വെച്ച് കൊടുത്തതിന് ശേഷം നമ്മൾ ഈ നെക്കിൻ്റെ ലെങ്ത് ഇവിടെ എത്രയാണോ അത് നമ്മളിങ്ങനെ ഒന്ന് മാർക്ക് ചെയ്യുക. എന്നിട്ട് ഈ ഒരു ഭാഗം ഇതുപോലെ പിടിച്ച് കൊടുത്ത് നമ്മളൊന്ന് സ്മോൾ കട്ടിട്ട് കൊടുക്കണേ. അത് നമുക്ക് ആ ഒരു ലെങ്ത് കറക്റ്റായിട്ട് നമുക്കിങ്ങനെ കിട്ടാൻ വേണ്ടിയാണ് അങ്ങനെ നമ്മൾ ചെയ്ത് കൊടുക്കുന്നത്. ഇനി നമ്മൾ ഈ ഒരു ഭാഗം ഇതുപോലെ അങ്ങ് കട്ട് ചെയ്ത് മാറ്റുകയാണ് ചെയ്യുന്നത്. നെക്കിനായിട്ടുള്ള ആ വിഡ്ത്ത് നമ്മളിങ്ങനെ കട്ട് ചെയ്ത് മാറ്റുന്നു. എന്നിട്ട് ഈ ഒരു പീസ് ഇങ്ങനെ എടുത്തതിന് ശേഷം ഈ ഒരു സ്ട്രിപ്പ് ഇങ്ങനെ വെച്ച് കൊടുക്കണേ. ആ ഒരു സ്ട്രിപ്പിൻ്റെ ആ ഒരു അതിനെ രണ്ടായിട്ട് മടക്കി കൊടുത്ത് അതിൻ്റെ നേരെ സെൻറ്റർ നമ്മളൊന്ന് കട്ട് ചെയ്ത് മാറ്റുന്നു. എന്നിട്ട് നല്ല വശത്തിലേക്ക് നമ്മൾ ഈ ഒരു സൈഡ് ഇങ്ങനെ മടക്കി കൊടുത്തതിന് ശേഷം ഇങ്ങനെ വെച്ച് കൊടുത്ത് നമ്മൾ ഈ ഒരു ഭാഗം ഒന്ന് സ്റ്റിച്ച് ചെയ്ത് എടുക്കുന്നുണ്ട്. അപ്പം നമ്മളുടെ ഈ ഒരു ഫ്രണ്ട് പോർഷൻ ഇതുപോലെ നല്ല നീറ്റായിട്ട് നമ്മളിപ്പോൾ ഇങ്ങനെ കട്ട് ചെയ്ത് എടുത്തിരിക്കുകയാണ്. ഇനി നമ്മൾ ബാക്ക് പോർഷനാണ് കട്ട് ചെയ്ത് കൊടുക്കുന്നത്. ബാക്ക് പോർഷനും നമ്മൾ ഇതുപോലെ തന്നെ ഫ്രണ്ട് പോർഷനിൽ എങ്ങനെയാണോ കൊടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ നമ്മുടെ ആവശ്യത്തിന് മാത്രമേ നമ്മൾ വിഡ്ത്ത് ഇതുപോലെ കൊടുത്തിട്ടുള്ളൂ. ഇനി നമ്മളുടെ ഷോൾഡർ 7 ഇഞ്ച് തന്നെ നമ്മളിതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ നമ്മളുടെ ഈ ആം ഹോൾ നമ്മളിതുപോലെ 7 ഇഞ്ച് തന്നെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നു. ഈ ഒരു ഭാഗത്തെ വിഡ്ത്തും 7 ഇഞ്ച് തന്നെയാണോ മുകളിൽ കൊടുത്തത് തന്നെയാണോ എന്ന് നമ്മൾ നോക്കണേ. അതിനുശേഷം ഈ ഒരു ഭാഗം ഇതുപോലെ നമ്മളിങ്ങനെ വരച്ച് കൊടുക്കുന്നു. ഇനി നമ്മളുടെ ടോട്ടൽ ചെസ്റ്റിനെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അത് ഇതുപോലെ നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കുക. ഇനി നമ്മൾ 2 ഇഞ്ച് സീം അലവൻസ് കൊടുത്താൽ മതിയേ. ബാക്ക് പോർഷനെ നമ്മൾ എക്സ്ട്രാ ഒന്നും കൊടുക്കണ്ട. അതുപോലെ തന്നെ നമ്മൾ 15 ഇഞ്ച് ലെങ്ത് മാർക്ക് ചെയ്ത് കൊടുക്കുന്നു. എന്നിട്ട് നമ്മളുടെ ടോട്ടൽ വേസ്റ്റിനെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. എന്നിട്ട് അത് നമ്മളിതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് 2 ഇഞ്ച് നമ്മൾ ഇവിടെയും സീം അലവൻസ് കൊടുക്കുന്നു. ഈ ഒരു ഭാഗങ്ങളെല്ലാം നമ്മൾ ഇതുപോലെ വരച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് ഈ ഒരു ഭാഗവും കറക്റ്റ് ഇങ്ങനെ നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കുന്നു. ഇനി നമ്മൾ ഇവിടെയും 1/2 ഇഞ്ച് ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നു. എന്നിട്ട് നമ്മൾ ഇവിടെയും കറക്റ്റ് സെൻറ്റർ ഇങ്ങനെ മാർക്ക് ചെയ്ത് എന്നിട്ട് നമ്മൾ ഇതുപോലെ അങ്ങ് ആം ഹോൾ വരച്ച് കൊടുത്താൽ മതി. നല്ല നീറ്റായിട്ട് നമുക്ക് കിട്ടുക. അപ്പം നമ്മൾ എങ്ങനെയാണോ മാർക്ക് ചെയ്ത് കൊടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ ഇങ്ങനെ അങ്ങ് കട്ട് ചെയ്ത് എടുക്കുകയാണ് ചെയ്യുന്നത്. വളരെ സിമ്പിളായിട്ട് നമുക്കിതുപോലെ കട്ട് ചെയ്ത് എടുക്കാനായിട്ട് സാധിക്കുമേ. ഇനി നമ്മളിങ്ങനെ നമ്മളുടെ ഈ ഒരു ഭാഗം കറക്റ്റായിട്ട് വെച്ച് കൊടുത്ത് നമ്മൾ ഈ ഒരു ഭാഗത്തൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. അല്ല എങ്കിൽ നമ്മൾ ഫ്രണ്ട് പോർഷനിൽ കൊടുത്തിരിക്കുന്ന പോലെ തന്നെ 5 ഇഞ്ച് ഇതുപോലെ തന്നെ നെക്കിനങ്ങ് മാർക്ക് ചെയ്ത് കൊടുത്താൽ മതി. ഈ ഒരു ഏത് മെത്തേഡിൽ വേണമെങ്കിലും നമുക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇവിടെ നിന്ന് നമ്മൾ താഴേക്ക് ഒരു 3/4 ഇഞ്ച് മതിയേ. 3/4 ഇഞ്ച് ഇങ്ങനെ നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കുന്നു. എന്നിട്ട് ആ ഒരു ഭാഗം ഇതുപോലെ നമ്മൾ ഇങ്ങനെ ബോക്സ് ആക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത്. നമ്മൾ ബാക്ക് പോർഷന് നെക്കിന് ഇങ്ങനെ ഷേപ്പ് കൊടുക്കുകയാണ്. ഈ ഒരു ഭാഗം ഇതുപോലെ അങ്ങ് നമ്മൾ ഷേപ്പ് കൊടുത്താൽ മതി. അപ്പോൾ ഒരു 3/4 ഇഞ്ച് ലെങ്ത് കൊടുത്താൽ മതിയേ. വിഡ്ത്ത് ആണ് നമുക്കിവിടെ കൂടുതൽ വേണ്ടത്. ഫ്രണ്ട് പോർഷനുള്ള അതേ വിഡ്ത്ത് തന്നെ നമ്മൾ കൊടുത്തോണേ. അപ്പം നമ്മൾ ഇതുപോലെ ഇങ്ങനെ ബാക്ക് പോർഷനും ഫ്രണ്ട് പോർഷനും കട്ട് ചെയ്ത് എടുത്തിരിക്കുകയാണ്. ഇനി നമുക്കിത് സ്റ്റിച്ച് ചെയ്യാവേ. നമ്മൾ ആ കറക്റ്റ് മിഡിലായിട്ടുള്ള ആ പോർഷനാണ്. അവിടേക്ക് നമ്മൾ ഈ ഒരു സ്ട്രിപ്പ് വെച്ച് കൊടുക്കുന്ന കാര്യം ആദ്യമേ പറഞ്ഞില്ലായിരുന്നു. അതാണ് നമ്മളിപ്പം വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ ആ സ്ട്രിപ്പിൻ്റെ ഒരു സൈഡ് ഇങ്ങനെ മടക്കി കൊടുക്കുന്നു. എന്നിട്ട് നമ്മൾ ഈ ഒരു ഭാഗത്തേക്ക് ഇതുപോലെ വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് നല്ല വശങ്ങൾ തമ്മിലായിരിക്കണം വെച്ച് കൊടുക്കേണ്ടത്. എന്നിട്ട് നമ്മളിവിടെ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് എടുക്കുന്നു. അതിൻ്റെ മുകളിൽ കൂടി ഒന്ന് പ്രസ് സ്റ്റിച്ച് കൂടെ ചെയ്ത് നമ്മളിങ്ങനെ പതിപ്പിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് ഈ ഒരു ഭാഗം നമ്മൾ ഇതുപോലെ മടക്കി കൊടുത്ത് ഇവിടെയും നമ്മൾ നല്ല നീറ്റായിട്ട് സ്റ്റിച്ച് ചെയ്ത് ഇതുപോലെ കൊടുക്കണേ. കറക്റ്റായിട്ട് നമ്മളിങ്ങനെ വെച്ച് കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. അതിനുശേഷം നമ്മൾ ഈ ഒരു ഭാഗം കറക്റ്റായിട്ട് ആ ഒരു ഭാഗത്ത് വിട്ട് പതിച്ചിരിക്കാൻ വേണ്ടി നമ്മൾ ഇവിടെയും കൂടെ ഒന്ന് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ ചെയ്ത് കൊടുത്തതിന് ശേഷം ഇത് നമ്മുടെ ബാക്ക് പോർഷനാണ്. ആ ബാക്ക് പോർഷനിലേക്ക് നമ്മുടെ ഫ്രണ്ട് പോർഷൻ അറ്റാച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. നല്ല വശങ്ങൾ തമ്മിൽ വെച്ച് കൊടുത്ത് ഷോൾഡറിൻ്റെ ഭാഗമാണ് നമ്മൾ ഇതുപോലെ അറ്റാച്ച് ചെയ്ത് എടുക്കേണ്ടത്. ആദ്യമേ ഇങ്ങനെ നമ്മളിങ്ങനെ അറ്റാച്ച് ചെയ്ത് നല്ല നീറ്റായിട്ട് ഷോൾഡറിൻ്റെ ഭാഗം എടുക്കുന്നു. എന്നിട്ട് നമ്മൾ ഈ ഒരു ഭാഗം ഇങ്ങനെ നമ്മൾ വെച്ച് കൊടുത്തതിന് ശേഷം നമ്മൾ ഇങ്ങനെ അളന്നെടുക്കുകയാണ് ചെയ്യേണ്ടത്. ഇവിടെ നമുക്ക് 2 രീതിയിൽ മാർക്ക് ചെയ്ത് കൊടുക്കാവേ. അപ്പം നമ്മൾ ആ മാർക്ക് ചെയ്തപ്പോൾ നെക്കിൻ്റെ പോർഷനിൽ നിന്ന് നമ്മളൊരു 2.5 ഇഞ്ച് താഴേക്ക് മാർക്ക് ചെയ്ത് കൊടുത്തിരുന്നു. അപ്പം നമ്മൾ പറഞ്ഞായിരുന്നു ആ 2 രീതിയിൽ നമുക്കിത് നെക്കിനെ ഡിസൈൻ ചെയ്തെടുക്കാവുന്നത്. അപ്പോൾ ആ മാർക്ക് ചെയ്ത പോയിന്റിൽ നിന്ന് നമ്മൾ ഇതുപോലെ എത്രയാണ് മെഷർ എടുത്തതിന് ശേഷം അതിൻ്റെ ഡബിള് നമ്മൾ കാണുകയാണെങ്കിൽ ആ ഒരു ഭാഗത്തുനിന്ന് മാത്രം നമ്മൾ കോളർ വെച്ച് കൊടുത്താൽ മതി. ഇപ്പം അത് വെച്ച് കഴിയുമ്പോൾ നമുക്ക് എങ്ങനെയാണ് കറക്റ്റായിട്ട് മനസ്സിലാവുക. അപ്പം നമ്മളിപ്പം ഇതിൻ്റെ ഫുൾ അങ്ങ് ഈ ഒരു
യോക്ക് ഭാഗത്ത് ഫുള്ളായിട്ട് കോളർ വരുന്ന രീതിയിലാണ്, കോളറിൻ്റെ പോർഷൻ ഇങ്ങനെ താന്നും വരുന്ന രീതിയിലാണ് നമ്മൾ ചെയ്ത് കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ ആ എൻഡിൽ നിന്ന് ഇങ്ങനെ മെഷർ ചെയ്ത് എടുക്കുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ നമ്മൾ കറക്റ്റായിട്ട് ഇതുപോലെ ഇങ്ങനെ നമ്മൾ അളന്നെടുക്കുന്നു. എന്നിട്ട് അതിൻ്റെ ഡബിൾ നമ്മൾ എടുക്കുകയാണ് ചെയ്യേണ്ടത്. നമുക്കിപ്പോൾ ഇങ്ങനെ അളന്ന് വന്നപ്പോഴത്തേനും ഒരു 20.5 ഇഞ്ചാണ് ഇങ്ങനെ കിട്ടിയിരിക്കുന്നത്. അപ്പം അതിനെ നമ്മൾ അതിൻ്റെ നേരെ ഇരട്ടിയാണ് നമ്മളിങ്ങനെ എടുക്കേണ്ടത്. അപ്പം നമ്മൾ ഈ ഒരു ഭാഗത്തിന് ഒരു 41 ഇഞ്ചോളം നമുക്ക് വേണം. അപ്പം നമ്മൾ ഇനി സ്ട്രിപ്പ് എടുക്കുമ്പോൾ ഈ 41 ഇഞ്ചിന് പകരം ഒരു 42 43 ഇഞ്ചൊക്കെ ലെങ്ത് അങ്ങ് കൊടുത്തായിരിക്കണം എടുക്കേണ്ടത്. അപ്പം നമ്മൾ അത് വെച്ച് വരുമ്പോൾ എങ്ങനെയാണെന്ന് കറക്റ്റ് മനസ്സിലാവുക. നമ്മൾ 5 ഇഞ്ച് വിഡ്ത്തിൽ ഒരു സ്ട്രിപ്പ് എടുക്കുന്നു. ആ സ്ട്രിപ്പിന് നമ്മളൊരു 43 44 ഇഞ്ചോളം ലെങ്ത് ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മളിതിനെ ഇതുപോലെ ഇങ്ങനെ നന്നായിട്ട് കറക്റ്റ് സെൻറ്റർ മടക്കി കൊടുത്ത് നന്നായിട്ട് അയൺ ചെയ്ത് എടുക്കുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ അയൺ ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ ഇതുപോലെ അങ്ങ് വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ വെച്ച് കൊടുക്കുന്ന സമയത്ത് നമ്മൾ ആ നെക്കിൻ്റെ തൊട്ട് താഴെയിൽ നിന്ന് വേണമെങ്കിലും നമുക്ക് ആ 2.5 ഇഞ്ച് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത സമയത്ത് അടയാളപ്പെടുത്തി വെച്ചിരിക്കുന്ന ആ പോയിന്റിൽ നിന്ന് വേണമെങ്കിൽ നമുക്ക് തുടങ്ങാം. ഇല്ല എങ്കിൽ നമ്മളിപ്പം ചെയ്യുന്നത് പോലെ തന്നെ ഇങ്ങനെ താഴെയിൽ നിന്ന് ഇങ്ങനെ ചെയ്തെടുക്കാം. അപ്പോൾ അതാണ് നമ്മൾ 2 മെത്തേഡിൽ വേണമെങ്കിൽ നമുക്ക് ഇങ്ങനെ ഈ ഒരു നെക്കിൻ്റെ ഭാഗം ഇതുപോലെ പതിപ്പിച്ചെടുക്കാമെന്ന് പറയുന്നത്. അപ്പം നമ്മളിപ്പോൾ ഇങ്ങനെയാണ് ചെയ്ത് കൊടുക്കുന്നത്. ഒരു എഡ്ജിൽ നിന്ന് തുടങ്ങി അടുത്ത എഡ്ജ് വരെ നമ്മൾ ഇതുപോലെ അങ്ങ് പതിപ്പിച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. നല്ല നീറ്റായിട്ട് നമ്മളിപ്പോൾ ഇങ്ങനെ കട്ട് ചെയ്തെടുത്തു. സ്റ്റിച്ച് ചെയ്തതിന് അതിനുശേഷം നമ്മൾ ഒരു സ്ട്രിപ്പ് എടുക്കുകയാണ്. നമുക്ക് ഇപ്പം ഇതിന് ഓവർലോക്ക് ചെയ്യുന്ന മെഷീൻ ഉണ്ടെങ്കിൽ അത് ചെയ്യാം. ഇപ്പോൾ ഓവർലോക്ക് ഒന്നും ഇല്ല എങ്കിൽ നമ്മളിപ്പോൾ ഒരു 1.5 ഇഞ്ച് വിട്ടുള്ള ഒരു സ്ട്രിപ്പ് എടുത്ത് അതിൻ്റെ ഒരു സൈഡ് ഇതുപോലെ നമ്മളിപ്പം മടക്കിയെടുത്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പം നമ്മുടെ കയ്യിൽ സാധാ മെഷീനേ ഉള്ളൂ, ഓവർലോക്ക് ഒന്നും ഇല്ല എങ്കിൽ ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്യാവേ. അപ്പം നമ്മൾ 1.5 ഇഞ്ച് വിട്ടുള്ള നല്ല ലെങ്ത്, ഈ നെക്കിൻ്റെ അത്രയും ലെങ്തുള്ള സ്ട്രിപ്പ് എടുത്തു. അതിനെ ഇങ്ങനെ വെച്ചതിന് ശേഷം നമ്മൾ ഈ ഒരു ഭാഗം ഇങ്ങനെ നീണ്ടു നിൽക്കുന്നിടം ത്തൂടെ നമ്മളിതിൻ്റെ പുറത്തൂടെ ഈ ഒരു സ്ട്രിപ്പ് ഇങ്ങനെ പതിപ്പിച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഓവർലോക്ക് ഉണ്ടെങ്കിൽ ഇതിൻ്റെ ആവശ്യമില്ല. നമ്മൾ ഈ ഒരു നീണ്ടു നിൽക്കുന്ന ഭാഗം, കോളറിൻ്റെ ഭാഗമൊക്കെ നമുക്ക് തയ്യൽ തുമ്പ് വെളിയിൽ കാണാവുന്ന രീതിയിലാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് വരുമ്പോൾ വരുന്നത്. ആ ഒരു ഭാഗം ഓവർലോക്ക് ചെയ്ത് കൊടുത്താൽ മതി. അതില്ലാത്തവർ ഇതുപോലെ 1.5 ഇഞ്ച് വിട്ടുള്ള സ്ട്രിപ്പ് എടുത്തതിന് ശേഷം ആ ഒരു നമ്മുടെ തയ്യൽ തുമ്പ് നീണ്ടു നിൽക്കുന്നതിനെ ഇതുപോലെ കവർ ചെയ്തങ്ങ് സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഈ ഓവർലോക്കൊന്നും ഇല്ലാത്ത സാധാ തയ്യൽ മെഷീൻ ഉള്ള ഒരു ടിപ്സാണിത്. ഈ രീതിയിലാണ്. നമ്മുടെ കയ്യിൽ ഇപ്പോൾ ഓവർലോക്കൊന്നും ഇല്ല. നമ്മളിപ്പോൾ ഈ ഒരു നമ്മളുടെ നെക്കിൻ്റെ കോളറിൻ്റെ ഭാഗങ്ങളെല്ലാം ഇതുപോലെയാണ് ഇപ്പം നമ്മളിങ്ങനെ ചെയ്ത് കൊടുക്കുന്നത്. നല്ല നീറ്റായിട്ട് നമ്മൾ ഈ ഒരു സൈഡ് നമ്മളുടെ ഈ ഒരു എഡ്ജ് ഇങ്ങനെ നിൽക്കുന്നതെല്ലാം നമ്മൾ ഈ ഒരു കവർ ചെയ്ത് ഈ ഒരു സ്ട്രിപ്പിനുള്ളിലേക്കാക്കി എടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പം നമുക്ക് ഈ കോളറിൻ്റെ ഭാഗമെല്ലാം നല്ല നീറ്റായിട്ട് ഇതുപോലെ കിട്ടുവേ. അപ്പം നമ്മളിപ്പോൾ ഇങ്ങനെ നല്ല നീറ്റായിട്ട് ഈ ഒരു ഭാഗം ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുത്തിരിക്കുകയാണ്. അപ്പം നമ്മൾ ഈ ഒരു ഭാഗം എല്ലാം നല്ല വൃത്തിക്ക് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ ആദ്യമേ വെച്ച് കൊടുത്തിരിക്കുന്ന സ്ട്രിപ്പ് നമ്മൾ ആ ഒരു സൈഡ് സ്റ്റിച്ച് ചെയ്ത് വെച്ചിരുന്നില്ലേ, ആ ഒരു സ്ട്രിപ്പ് എടുത്തതിന് ശേഷം ഇതിൻ്റെ ഈ ഒരു ഭാഗത്തിലേക്ക് കറക്റ്റ് സെൻറ്ററിലേക്ക് ഇങ്ങനെ നമ്മൾ വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. നല്ല നീറ്റായിട്ട് നമ്മളിവിടെ ഇങ്ങനെ പതിപ്പിച്ചെടുക്കുന്നു. അതിനുശേഷം ഇപ്പുറത്തെ സൈഡും നമ്മൾ ഇതുപോലെ തന്നെ ഇങ്ങനെ അങ്ങ് നമ്മൾ ഈ നെക്കിൻ്റെ ഭാഗം ഈ ഒരു സൈഡൊന്ന് നമ്മൾ മടക്കി കൊടുത്ത് നമ്മളുടെ ഈ ഒരു ഭാഗത്തിലേക്ക് ഇതുപോലെ നമ്മളിപ്പോൾ സ്റ്റിച്ച് ചെയ്ത് നല്ല നീറ്റായിട്ട് എടുക്കുകയാണ് ചെയ്യുന്നത്. നല്ല നീറ്റായിട്ട് ഡബിൾ സ്റ്റിച്ചൊക്കെ ചെയ്ത് നമ്മൾ കൊടുത്തോണേ. നമുക്കിപ്പോൾ ഇങ്ങനെ നെക്കിൻ്റെ ഭാഗം ഇതുപോലെ കിട്ടുക. അപ്പോൾ ഈ ഒരു ഭാഗമാണ് നമ്മൾ കോളർ നമുക്ക് താഴെ നിന്ന് വേണമെങ്കിലും വെക്കാം, അല്ലെങ്കിൽ ഇടഭാഗത്തു നിന്ന് വേണമെങ്കിലും നമുക്ക് വെച്ച് കൊടുക്കാം. അതൊക്കെ നമ്മൾ ഇഷ്ടത്തിന് ചെയ്യാം. ഇനി നമ്മൾ ഇങ്ങനെ മടക്കി കൊടുത്ത് ഫ്രണ്ട് പോർഷൻ ഒന്ന് കുഴിച്ച് നമ്മൾ കട്ട് ചെയ്യണേ. ഒരല്പം ഒരു 3/4 ഇഞ്ചൊക്കെ നമ്മൾ ഇങ്ങനെ കുഴിച്ച് ആ ഫ്രണ്ട് പോർഷൻ്റെ ഭാഗം ഇങ്ങനെ നമ്മളൊന്ന് കട്ട് ചെയ്ത് മാറ്റുകയാണ് ചെയ്യുന്നത്. നല്ല നീറ്റായിട്ട് ഇതുപോലെ നമ്മളിപ്പോൾ ഇങ്ങനെ മാറ്റിയിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ബാക്ക് പോർഷനാണ് ഇപ്പോൾ എടുത്തിരിക്കുന്നത്. ഇനി നമ്മൾ ബാക്ക് പോർഷൻ്റെ ഈ ഒരു സ്റ്റിച്ചിങ് പോയിൻറ്റിൽ നിന്ന് നമുക്ക് എത്രയാണ് അളവെന്നുള്ളത് ആ സീം അലവൻസിന് തൊട്ട് മുന്നേ ഉള്ള സീം അലവൻസ് വരെയുള്ളത് അപ്പോൾ 8 ഇഞ്ചാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഇനി നമ്മളുടെ ഈ ഒരു സ്ലീവിനായിട്ടുള്ള ക്ലോത്തിനെ നമ്മൾ 4ആയിട്ട് ഇതുപോലെ മടക്കി കൊടുക്കുന്നു. നമുക്കിപ്പോൾ ഈ ഒരു ഭാഗത്തു നിന്ന് ഇത്രയും ലെങ്തേ കിട്ടത്തുള്ളൂ. ഒരു 9.5 ഇഞ്ചോളവേ ലെങ്ത് നമുക്ക് ടോട്ടൽ ഈ ഒരു നമ്മളുടെ കൈലിയിൽ നിന്ന് കിട്ടത്തുള്ളൂ. അപ്പോൾ ആ ഒരു ലെങ്തിൽ നമ്മളിങ്ങനെ മടക്കി കൊടുക്കുന്നു. എന്നിട്ട് ക്ലോസ് ആയ ഭാഗത്തുനിന്ന് നമ്മൾ ആ 8 ഇഞ്ച് മാർക്ക് ചെയ്ത്
വെച്ചിരിക്കുന്നത് ഇതുപോലെ അങ്ങ് നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കുന്നു. 2 ഇഞ്ച് നമുക്ക് തയ്യൽ തുമ്പിനുള്ളതും കിട്ടുന്നത്. എന്നിട്ട് ഒരു 3.5 ഇഞ്ച് നമ്മൾ ഈ ഒരു ഭാഗത്തുനിന്ന് ഡൗൺവേർഡ് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ കൊടുത്തതിന് ശേഷം നമ്മൾ ഈ ഒരു ഭാഗം ഇതുപോലെ ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നു. എന്നിട്ട് നമ്മൾ ഇതിൻ്റെ സെൻറ്റർ കാണുകയാണ് ചെയ്യുന്നത്. അത് നമ്മൾ ഇതുപോലെ ഈ ഒരു പോയിൻറ്റുകളെ തമ്മിൽ ഇതുപോലെ വെച്ച് കൊടുത്തു ടേപ്പ് നല്ല കൃത്യമായിട്ട് നമ്മളിങ്ങനെ മടക്കി കൊടുത്ത് അങ്ങ് എടുത്താൽ മതിയേ. എന്നിട്ട് അവിടെ നമ്മൾ ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നു. എന്നിട്ട് വീണ്ടും നമ്മൾ ഇതിൻ്റെയും സെൻറ്റർ കാണുന്നു. ഇവിടെയും നമ്മൾ ഇതുപോലെ സെൻറ്റർ കാണുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് നമ്മൾ ഈ ഒരു 1/2 ഇഞ്ച് മുകളിലേക്ക് ഇവിടെ 1/2 ഇഞ്ച് താഴേക്ക് ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നു. എന്നിട്ട് ഈ ഒരു ഭാഗം ഇതുപോലെ നമ്മൾ ഇങ്ങനെ നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കുന്നു. ഇനി നമുക്ക് ഓപ്പൺ എത്രയാണോ വേണ്ടത് അത് മാർക്ക് ചെയ്യുക. നമ്മൾ 2 ഇഞ്ചോളം തയ്യൽ തുമ്പും കൊടുക്കുക. ഈ ഒരു ഭാഗങ്ങളെ ഇങ്ങനെ നമ്മൾ യോജിപ്പിച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി നമ്മൾ എങ്ങനെയാണോ കട്ട് ചെയ്ത് കൊടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ മാർക്ക് ചെയ്ത് കൊടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ ഇങ്ങനെ കട്ട് ചെയ്ത് എടുക്കുകയാണ് ചെയ്യേണ്ടത്. ഇങ്ങനെ നമ്മൾ കട്ട് ചെയ്തെടുത്തു. അതിനുശേഷം ഈ ഒരു ഭാഗത്തൂടെ ഇതുപോലെ നമ്മളിങ്ങനെ കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി നമ്മൾ ഇതുപോലെ നല്ല വശങ്ങൾ തമ്മിൽ വെച്ച് കൊടുത്തതിന് ശേഷം നമ്മൾ ഈ ഒരു ഭാഗത്ത് ഒരു 1/4 ഇഞ്ചോളം കുഴിച്ച് മാർക്ക് ചെയ്യണം. കറക്റ്റ് സെൻറ്റർ ഇങ്ങനെ മാർക്ക് ചെയ്യുക. ഈ ഒരു ഭാഗത്ത് 1/4 ഇഞ്ചോളം ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നു. ഈ ഒരു ഭാഗം ഇങ്ങനെ കുഴിച്ച് നമ്മൾ എടുക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് നമ്മൾ ഇതുപോലെ കട്ട് ചെയ്ത് മാറ്റുകയാണ്. ഇത് നമ്മുടെ ഫ്രണ്ട് പോർഷനിൽ നമുക്ക് സ്റ്റിച്ച് ചെയ്യുമ്പോൾ വരേണ്ട ഭാഗമാണ്. അപ്പോൾ നമ്മുടെ സ്ലീവ് ഇപ്പോൾ ഇങ്ങനെ റെഡിയായി ലഭിച്ചിട്ടുണ്ട്. ഇനി നമ്മൾ നല്ല നീറ്റായിട്ട് സ്ലീവും നമുക്ക് ഇതുപോലെ ലഭിച്ചിട്ടുണ്ട്. ഇനി നമ്മളുടെ ഫ്രണ്ട് പോർഷനിലേക്ക് ഇങ്ങനെ നമ്മൾ ഷോൾഡറിൻ്റെ ഭാഗം കറക്റ്റ് എടുത്ത് വെക്കുക. എന്നിട്ട് കറക്റ്റ് സെൻറ്റർ നമ്മളുടെ ഷോൾഡറിൻ്റെ ഭാഗത്തേക്ക് വെക്കുക. എന്നിട്ട് ഫ്രണ്ട് പോർഷനിൽ നമ്മൾ ആ കുഴിച്ച് വെട്ടിയിടം ഫ്രണ്ട് പോർഷനിൽ വരുന്ന രീതിയിലായിരിക്കണം നല്ല വശങ്ങൾ തമ്മിൽ വെച്ച് കൊടുത്ത് നമ്മളിതുപോലെ സ്റ്റിച്ച് ചെയ്ത് നല്ല നീറ്റായിട്ട് എടുക്കാനായിട്ട് നമ്മൾ ഈ സൈഡ് വഴി എല്ലാം നല്ല നീറ്റായിട്ട് ഇങ്ങനെ ഡബിൾ സ്റ്റിച്ച് എല്ലായിടത്തും ചെയ്ത് കൊടുത്തോണേ. നമ്മൾ നല്ല നീറ്റായിട്ട് ഇതുപോലെ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നു. എന്നിട്ട് ഇങ്ങനെ സെൻറ്റർ വീണ്ടും കൊണ്ടുവന്നതിന് ശേഷം ഇപ്പോഴത്തെ സൈഡിലേക്ക് ഇതുപോലെ തന്നെ നമ്മളിങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഇതുപോലെ തന്നെ ആയിരിക്കണം നമ്മൾ അപ്പുറത്തെ സൈഡിലും ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് എടുക്കാനായിട്ട്. നല്ല വൃത്തിയായിട്ട് നമ്മളിങ്ങനെ എല്ലായിടത്തും ഡബിൾ സ്റ്റിച്ചൊക്കെ ചെയ്ത് കൊടുത്ത് നല്ല നീറ്റായിട്ട് ഇതുപോലെ ഇപ്പം ഇങ്ങനെ എടുത്തിരിക്കുകയാണ്. 2 സ്ലീവ് നമ്മളിങ്ങനെ അറ്റാച്ച് ചെയ്ത് കൊടുത്തിരിക്കുകയാണ്. അപ്പം നമ്മളുടെ ഈ ഒരു കോളറിൻ്റെ ഭാഗം എല്ലാം നല്ല വൃത്തിക്ക് നമുക്കിങ്ങനെ കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ ഈ ഒരു യോക്ക് ഭാഗത്തേക്ക് നമ്മളുടെ ബോട്ടം ഭാഗം അറ്റാച്ച് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പം നമുക്കൊരു 23 ഇഞ്ചോളം ലെങ്തിൽ നമുക്ക് നീളം കിട്ടുന്ന രീതിയിൽ പിന്നെ 2 പീസസ് നമുക്കിങ്ങനെ നമ്മളുടെ ഈ ഒരു കൈലിയിൽ നിന്ന് കിട്ടുവേ. അപ്പോൾ ഒരു പീസ് നമ്മൾ ഒരു സൈഡിലേക്കും ഇങ്ങനെ വെച്ച് കൊടുക്കണേ. എന്നിട്ട് ചുരുക്കൊക്കെ നമ്മൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഇട്ട് കൊടുക്കാവേ പ്ലീറ്റ്സൊക്കെ. അപ്പോൾ അത് നമ്മളിതുപോലെ ഇങ്ങനെ ചെയ്ത് കൊടുത്തിരിക്കുകയാണ്. സൈഡെല്ലാം നമ്മളിതുപോലെ അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നമ്മളൊരു 5-8 ചുരുക്കം ഒരു സൈഡിൽ വരുന്ന രീതിയിലാണ് 2 വശത്തും ഇതുപോലെ ചെയ്ത് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നല്ല നീറ്റായിട്ട് നമുക്കിതുപോലെ ഒരു ഫ്രോക്ക് വളരെ സിമ്പിളായിട്ട് ഒരു കൈലിയിൽ നിന്ന് നമുക്കിതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ ഇതൊരു സ്റ്റൈലിഷ് കോളറാണ്. ഒന്നും വേണ്ട, കോളറിനായിട്ട് പ്രത്യേകിച്ച് ഒന്നും വേണ്ട, ഒരു സ്ട്രിപ്പ് മാത്രം മതി. ആ രീതിയിൽ നമുക്കിതുപോലെ വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാവേ. അപ്പോൾ ഫുള്ള് നമുക്ക് ആ ഒരു യോക്കിൻ്റെ ഭാഗത്ത് വേണമെങ്കിലും വെക്കാം, ഹാഫായിട്ട് വേണമെങ്കിലും നമ്മൾ ആദ്യമേ പോയിൻറ്റ് ചെയ്തിടം തൊട്ട് അടുത്ത പോയിൻറ്റ് ചെയ്തിടം വരെ വേണമെങ്കിൽ ഹാഫായിട്ട് നമുക്ക് വെക്കാം. ഇതുപോലെ ഫുള്ളായിട്ടും വെക്കാം. ഇതുപോലെ ഓവർലോക്ക് ഒന്നും ഇല്ലെങ്കിലും നമുക്ക് നല്ല സ്റ്റൈലിഷായിട്ട് കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യണേ. താങ്ക് യു ഫോർ വാച്ചിങ്.